ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്, ഇറാനിലേക്കാണ്. അവിടെ സാഹചര്യം വളരെ രൂക്ഷമാണ്. ഇറാൻ കത്തുകയാണ് എന്ന് പറയണം. ഒരു വശത്ത് ജനകീയ പ്രക്ഷോഭം, മറുവശത്ത് അമേരിക്കയുടെ കടുത്ത യുദ്ധഭീഷണി. എന്നാൽ ഈ സംഘർഷത്തിനിടയിൽ നിന്ന് ഇപ്പോൾ വളരെ നിർണായകമായൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 800ഓളം പ്രതിഷേധക്കാരെ തൂക്കിലേറ്റുന്നത് ഇറാൻ ഭരണകൂടം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിന് പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാസ് എൻട്രി ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മോദി സർക്കാരും വലിയൊരു ദൗത്യത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ട്രംപിന്റെ മുന്നറിയിപ്പും ഇറാനിന്റെ പിന്മാറ്റവും എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാനിലെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. വിലക്കയറ്റത്തിനും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിക്കും എതിരെ തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നത്. ഏകദേശം 800ഓളം പ്രതിഷേധക്കാരെ മാസ് എക്സിക്യൂഷൻ, അതായത് ഒരേ സമയം വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഇറാൻ അധികൃതർ പദ്ധതിയിട്ടു എന്നത്. എന്നാൽ ഇതിനെതിരെ ഡൊണാൾഡ് ട്രംപ് നൽകിയ താക്കീത് ശരിക്കും ഇറാനെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹെൽപ്പ് ഇസ് ഓൺ ദി വേ എന്ന ട്രംപ് ഇറാനിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. നിങ്ങൾ ആരെയെങ്കിലും തൂക്കിലേറ്റിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നായിരുന്നു വൈറ്റ് ഹൗസിന്റെ മുന്നറിയിപ്പ്. ഇന്ന് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടത് "വി സേവ്ഡ് എ ലോട്ട് ഓഫ് ലൈവ്സ്" എന്നാണ്. ട്രംപിന്റെ ഭീഷണി ഫലിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. പ്രതിഷേധക്കാരുടെ വധശിക്ഷ തൽക്കാലം വേണ്ടെന്ന് വെക്കാൻ ഇറാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുന്നത് രാജ്യം ഇപ്പോൾ ശാന്തമാണ് എന്നും എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു സൈനിക നീക്കം ഇറാൻ ഭയക്കുന്നുണ്ടെന്നതാണ് വസ്തുത. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് അവിടെയുള്ള ഇന്ത്യക്കാരെ കുറിച്ചായിരുന്നു. ഏകദേശം 10,000ഓളം ഇന്ത്യൻ പൗരന്മാരാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ഇതിൽ വിദ്യാർത്ഥികളും അതുപോലെ ബിസിനസ്സുകാരും തീർത്ഥാടകരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇറാനിലെ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് കാരണം നാട്ടിലുള്ള പലർക്കും അവരെ ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇതിനെ തുടർന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം ഇന്ത്യക്കാർ ഇറാൻ വിടണമെന്നാണ് നിർദ്ദേശം. വരും ദിവസങ്ങളിൽ സംഘർഷം രൂക്ഷമായാൽ വിമാനത്താവളങ്ങൾ അടയ്ക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഈ ഒരു നീക്കവും. ശരിക്കും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരു വലിയ എയർലിഫ്റ്റ് നടത്താനുള്ള പ്ലാനുകൾ അണിയറയിൽ തയ്യാറാവുന്നുമുണ്ട്. സാഹചര്യം വഷളായാൽ വ്യോമസേനയുടെ ഭീമൻ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സർക്കാർ തയ്യാറാണ്. ഇനി ആ വിമാനമാർഗം തടസ്സപ്പെട്ടാൽ അസർബൈജാൻ വഴിയോ തുർക്കി വഴിയോ ആളുകളെ ഒഴിപ്പിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും ഉടൻ തന്നെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേവലം ഒരു പ്രതിഷേധം മാത്രമായിരുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായി ഇത് മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ഇറാൻ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടച്ചതും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നതും ഒരു മഹായുദ്ധത്തിന്റെ സൂചനകളാണോ എന്ന് ലോകം ഭയക്കുകയാണ്. എന്തായാലും ബ്രിട്ടനും ഇറ്റലിയും തങ്ങളുടെ എംബസികൾ ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു. ജർമ്മനിയുടെ ലുഫ്താൻസ വിമാനങ്ങൾ ഇറാൻ വഴി പറക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇറാൻ താൽക്കാലികമായി പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഒരു സൈലന്റ് വാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധപ്രതീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ട്രംപ് പറഞ്ഞത് കില്ലിംഗ് ഹാസ് സ്റ്റോപ്ഡ് എന്നാണ്. എന്നാൽ ഇറാനിലെ ഇന്റർനെറ്റ് ഇപ്പോഴും പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കാര്യമെടുത്താൽ കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ ഇറാൻ എന്ന പേരിൽ ഒരു വലിയ ഒഴിപ്പിക്കൽ പദ്ധതിയാണ്, ദൗത്യത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ വരെ സജ്ജമാക്കി കഴിഞ്ഞു. വരും മണിക്കൂറുകൾ നിർണായകമാണ്. ട്രംപിന്റെ വാക്കുകൾ വിശ്വസിച്ച് ലോകം സമാധാനിക്കണോ അതോ ഇതൊരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ? ഇറാനിലുള്ള 10,000കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.